നമസ്കാരം, കൃഷിദർശനിലേക്ക് സ്വാഗതം. നമ്മുടെ കാർഷിക മേഖലയിലെ അഭിവൃദ്ധി എന്ന് പറയുന്നത് കൃഷിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒട്ടേറെ കർഷകരുടെ പരിശ്രമം തന്നെയാണ്. അക്കൂട്ടത്തിൽ ഒരു കർഷകനാണ് പത്തനംതിട്ട ജില്ലയിലെ പെരിങ്ങനാട് അശ്വതിയിൽ കൃഷ്ണപിള്ള. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷവും തന്റെ കൃഷിയിടത്തിൽ കാർഷിക വിളകളൊരുക്കിയും തേനൊഴുക്കിയും മത്സ്യം വളർത്തിയും ജീവിതം മധുരതരമാക്കുകയാണ് ഈ കർഷകൻ. കാർഷിക സൗന്ദര്യം ചൂടി നിൽക്കുന്ന ഒരു കൃഷിയിടം. ഈ നിത്യഹരിത ഭംഗിക്ക് പിന്നിൽ കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച 80 വയസ്സ് കഴിഞ്ഞ കൃഷ്ണപിള്ള എന്ന ഈ കർഷകന്റെ കൈക്കരുത്തും മനക്കരുത്തുമാണുള്ളത്. മണ്ണിൽ നിരയിട്ട കൃഷിവിളകൾക്കൊപ്പം വീടിന് ചുറ്റും ചട്ടികളിലും ഗ്രോ ബാഗിലും പ്ലാസ്റ്റിക് കവറുകളിലുമായി ഇവിടെ വ്യത്യസ്തമായ വിളകൾ തഴച്ചാർത്ത് വളരുന്നു. കൃഷിയിൽ സഹായിക്കാൻ നാടുകാരനായ രാമൻ കൃഷ്ണപിള്ളയോടൊപ്പം തന്നെ കൂട്ടിനുണ്ട്. പച്ചക്കറി കൃഷിക്കും വിവിധതരം വാഴ കൃഷിക്കും മത്സ്യം വളർത്തലിനുമൊപ്പം തേനീച്ച വളർത്തലിലും ഈ കർഷകൻ ഏറെ സജീവമാണ്. മധ്യപ്രദേശിലെ ഭിലായ് സ്റ്റീൽ കമ്പനിയിലെ 34 വർഷത്തെ സേവനത്തിനു ശേഷം സ്വന്തം നാട്ടിലെത്തിയ കൃഷ്ണപിള്ള വെറുതെ വീട്ടിലിരിക്കാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തുടങ്ങിയ തേനീച്ച വളർത്തൽ പിന്നീട് വിപണനത്തിനും കൂടിയുള്ള തേൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പത്തനംതിട്ട പെരിങ്ങനാടുള്ള കൃഷ്ണപിള്ള ചേട്ടൻ ഇന്ന് നാടറിയുന്ന ഒരു തേനീച്ച കർഷകനാണ്. ചേട്ടൻ ഈ തേനീച്ച കൃഷിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാം. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വിരമിച്ച് നാട്ടിൽ വന്ന് ഐഡിയലായിട്ട് ഇരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും ഒരു കർഷക കുടുംബത്തിലെ അംഗമായതുകൊണ്ടും ഞാൻ കാർഷിക മേഖലയിലെ തുടക്കമെന്ന രീതിയിൽ തേനീച്ച കൃഷി തുടങ്ങാൻ തീരുമാനിച്ചു. ഏതൊക്കെ ഇനം തേനീച്ചകളെയാണ് ചേട്ടൻ വളർത്തുന്നത്? അതിൻ്റെ പരിപാലന രീതി എന്തൊക്കെയാണ്? ഇന്ന് തേനീച്ച 3 ഇനം നമ്മൾ തേൻ ഉൽപ്പാദനത്തിന് വേണ്ടി വളർത്തുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇന്ന് കൂടുതലുള്ളത് ചെറുതേനീച്ചയും ഞൊടിയൽ ഇനത്തിലുള്ള വൻതേനീച്ചയുമാണ്. അതിൻ്റെ പരിപാലനം ഒരു വർഷത്തിൽ ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് അതിൻ്റെ ഉൽപ്പാദന കാലം. ആ കാലത്തിന് ശേഷം നമ്മൾക്ക് അതിന് കൃത്രിമമായ തീറ്റ കൊടുത്ത് അതിനെ സംരക്ഷിക്കുകയും കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യം. ഞൊടിയൻ തേനീച്ചയും ചെറുതേനീച്ചയുമാണ് വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലും റബ്ബർ തോട്ടത്തിലുമായി കൃഷ്ണപിള്ള വളർത്തുന്നത്. ഞൊടിയൻ തേനീച്ച പെട്ടിയിൽ നിന്നും ഒരു വർഷം ഏകദേശം 1000 കിലോ തേൻ വരെ കിട്ടുമ്പോൾ 25 ചെറു തേനീച്ച പെട്ടിയിൽ നിന്നും 5-6 കിലോ തേൻ മാത്രമേ കിട്ടുകയുള്ളൂ. മഴക്കാലത്ത് ആഴ്ചയിലൊരിക്കൽ അടിത്തട്ടിലെ ഈച്ചകളെ പരിശോധിക്കുകയും അടിപ്പലകയും കൂടും വൃത്തിയാക്കിയ ശേഷം പെട്ടി നല്ലവണ്ണം മഴ നനയാതെ കെട്ടിവെക്കുകയും വേണം. തേനീച്ചകൾക്ക് എന്നും പൂമ്പൊടി കിട്ടുന്ന തരത്തിലുള്ള റബ്ബർ കപ്പയും ചെമ്പരത്തിയും സ്വന്തം പുരയിടത്തിൽ തന്നെ ഈ കർഷകൻ വളർത്തുന്നു. മഴക്കാലത്ത് തേനീച്ചകൾക്ക് കൃത്രിമാഹാരം അത്യന്താപേക്ഷിതമാണ്. ഈച്ചകൾ കൂടുതലുള്ള പെട്ടിയിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം 200-250 ഗ്രാം കൃത്രിമാഹാരമായ പഞ്ചസാര ലായനി ചെറിയ പാത്രത്തിലോ ചിരട്ടയിലോ നിറച്ച് പെട്ടിക്കുള്ളിൽ വെച്ചു കൊടുക്കേണ്ടതാണ്. തേനീച്ച കൂടുകൾ പരിശോധിക്കുമ്പോൾ മുഖത്തും കഴുത്തിലും ഈച്ചയുടെ കുത്തേൽക്കാതിരിക്കാൻ മുഖമൂടി വല ധരിക്കുന്നത് വളരെ നല്ലതാണ്. തേനടയിൽ നിന്നും കേടുകൂടാതെ തേനെടുക്കുവാൻ ആവശ്യം വേണ്ടുന്ന ഒരു യന്ത്രമാണ് ഹണി എക്സ്ട്രാക്ടർ അഥവാ തേനെടുക്കൽ യന്ത്രം. അടച്ച അറകളിലെ തേനട കത്തി ഉപയോഗിച്ച് കനം കുറച്ച് ചെത്തി യന്ത്രത്തിന്റെ വലയോട് ചേർത്ത് 2 ഭാഗത്തും വെച്ച് കറക്കിക്കൊടുക്കുമ്പോൾ ഉള്ളിലുള്ള തേൻ ഈ പാത്രത്തിൽ വീഴുന്നു. ഇങ്ങനെ തേനടയുടെ അടുത്ത വശവും ചെയ്യുക. കൃഷ്ണപിള്ളയുടെ കഴിഞ്ഞ വർഷത്തെ തേൻ വിളവ് 1000 കിലോയാണ്.
തേൻ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാൻ സംസ്കരിച്ച് കുപ്പികളിൽ നിറച്ച് സീൽ ചെയ്ത് വയ്ക്കുകയാണ് ഈ കർഷകൻ ചെയ്യാറുള്ളത്. തേനെടുക്കുമ്പോൾ ചെത്തിക്കിട്ടുന്ന മെഴുക് പിഴിഞ്ഞ് തേൻ നീക്കിയ ശേഷം അല്പം വെള്ളമൊഴിച്ച് ചൂടാക്കി ഉരുക്കി വെള്ളത്തിൽ അരിച്ചൊഴിച്ച് തണുപ്പിച്ചാൽ ലഭിക്കുന്ന ഈ മെഴുകിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. തേനീച്ച കോളനികൾ പെട്ടി ഉൾപ്പെടെ നൽകാനും കൃഷ്ണപിള്ള തയ്യാർ. കൂടാതെ ഹണി ചേംബർ, ബ്രൂഡ് ചേംബർ, അകത്തറ, സ്റ്റാൻഡ് എന്നിവയുടെ വിൽപ്പനയിലൂടെയും ഈ കർഷകൻ നല്ലൊരു വരുമാനമാണ് നേടുന്നത്. തേനീച്ച വളർത്തൽ കൃഷി വളരെ വിജയകരമായി മുന്നേറുമ്പോഴാണ് മറ്റ് കൃഷികളിലേക്കും കൃഷ്ണപിള്ള ചേട്ടൻ ശ്രദ്ധ തിരിക്കുന്നത്. ചേട്ടൻ എത്ര ഏക്കർ കൃഷി ചെയ്യുന്നു? എന്തൊക്കെ വിളകളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്? ഏതാണ്ട് 4 ഏക്കർ സ്ഥലത്ത് പലയിനം ഏത്തവാഴകൾ, അതിൽ ഏത്തവാഴ, ഞാലിപ്പൂവൻ, ചെങ്കതളി, പാളയന്തോടൻ, പൂവൻ മുതലായ വാഴകൾ ഉണ്ട്. അതുകൂടാതെ പച്ചക്കറി, പയറ്, വെണ്ട, ചീര, സോയാബീൻ, വഴുതന മുതലായവയും കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ചേട്ടൻ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം തികച്ചും ജൈവ കൃഷിയിലേക്ക് മാറിയിരിക്കുകയാണ്. പച്ചക്കറി എന്നല്ല, എല്ലാവിധ കൃഷികളിലും ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഏത്തവാഴയ്ക്ക് തുടക്കത്തിൽ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടി. പച്ചക്കറിക്ക് ജൈവക്കൂട്ട് പ്രത്യേകിച്ചുണ്ട്. അതായത് ഉദാഹരണത്തിന് പഞ്ചഗവ്യം, അതുപോലുള്ള ചാണകവും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ദ്രാവകം, ഇതൊക്കെയാണ് പച്ചക്കറി ഉപയോഗിക്കുന്നത്. തേനീച്ച വളർത്തൽ ലാഭകരമായി മുന്നേറുമ്പോഴാണ് മറ്റ് കൃഷിയിലും ഒരു കൈ നോക്കിയാൽ എന്തെന്ന് കൃഷ്ണപിള്ളയ്ക്ക് തോന്നിയത്. കാരണം തേനീച്ചയ്ക്കൊപ്പം ചെലവിട്ടാലും പിന്നെയും സമയം ഏറെ ബാക്കി. കാർഷിക പാരമ്പര്യം കൈമുതലായുള്ള ഈ കർഷകൻ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ സ്ഥലത്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ഹരിതശോഭ പടർന്ന ഈ കൃഷിഭൂമിയിൽ പയർ, പാവൽ, പടവലം, ചീര, ചേന, കോവൽ, ചുണ്ടയ്ക്ക, മത്തൻ, കുമ്പളം, സോയാബീൻ, വെണ്ട, കരിമ്പ്, നാരകം, കാച്ചിൽ തുടങ്ങിയ എല്ലാ വിളകളും കൃഷി ചെയ്തു വരുന്നു. നാടൻ ഫലവൃക്ഷങ്ങളായ മാവും ലാവുമൊക്കെ തല ഉയർത്തി നിൽക്കുമ്പോൾ വിവിധതരം പേരകൾ പഴവർഗ നിരകൾക്കൊപ്പം കൂട്ടുചേരുന്നു. വിദേശ ഇനങ്ങളായ റംബൂട്ടാൻ, ദുരിയാൻ, സപ്പോട്ട, മാംഗോസ്റ്റിൻ തുടങ്ങിയവയ്ക്കൊപ്പം സ്വദേശികളായ വിവിധതരം പപ്പായകൾ, പൈനാപ്പിൾ തുടങ്ങിയവ പഴസമൃദ്ധിയുടെ മികവണിഞ്ഞു നിൽക്കുമ്പോൾ അതേകുന്ന കാർഷിക സൗന്ദര്യവും ഒന്ന് വേറെ തന്നെയാണ്. രാസവളങ്ങളോടും രാസകീടനാശിനികളോടും സമ്പൂർണമായ അയിത്തം പ്രഖ്യാപിച്ചിട്ടുള്ള കൃഷ്ണപിള്ള ജൈവവളം സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നു. പാൽ, തൈര്, നെയ്യ്, ചാണകം, ഗോമൂത്രം, ശർക്കര എന്നിവ പ്രത്യേകമായ ഒരു അനുപാതത്തിൽ ഒരു ഡ്രമ്മിനകത്ത് നിക്ഷേപിച്ച് തുടർച്ചയായി 15 ദിവസം ഒരേ ദിശയിൽ രാവിലെയും വൈകിട്ടും ഇളക്കുക. 15 ദിവസം കഴിഞ്ഞ് 10 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറി മുതൽ വാഴ വരെയുള്ള എല്ലാത്തിനും ജൈവക്കൂട്ടായ പഞ്ചഗവ്യം ഈ കർഷകൻ ഉപയോഗിക്കുന്നു. 3 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലും തയ്യാറാക്കിയ 3 കമ്പോസ്റ്റ് ടാങ്കുകളാണ് ഇവിടെയുള്ളത്. തെങ്ങ് മുതൽ എല്ലാ കാർഷിക വിളകൾക്കും മണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ മണിര കമ്പോസ്റ്റിന്റെ നിർമ്മാണ രീതി ഒന്ന് വിശദീകരിക്കാമോ? മണ്ണിര കമ്പോസ്റ്റിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു പ്രധാനമായും ചാണകം, വാഴപ്പിണ്ടി, ചീഞ്ഞഴുകിയ കരിയില, മറ്റ് പച്ചിലവർഗ്ഗങ്ങൾ. തുടക്കത്തിൽ നമ്മൾ വാഴപ്പിണ്ടി വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി വാടാനിടും ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ചാണകവും ഈ വാഴപ്പിണ്ടി വാടാനിട്ടതും കൂടി കുറച്ച് അഴുകാൻ തുടങ്ങിയതും കൂടി മിക്സ് ചെയ്ത് മണ്ണിരയിൽ നിക്ഷേപിക്കും.
അങ്ങനെ നിക്ഷേപിച്ച മണ്ണിരെ ഒരാഴ്ചയിൽ ഒരിക്കൽ വീതം അതിനെ വായു സഞ്ചാരത്തിന് വേണ്ടി ഇളക്കി കൊടുക്കുകയും ഈർപ്പം നിലനിർത്താൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരു 45 ദിവസത്തെ പ്രോസസ്സിന് ശേഷം സംസ്കൃത മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് ലഭ്യമാണ്. അത് ഡയറക്റ്റായിട്ട് കൃഷികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അതിലെ യൂറിയ, പൊട്ടാഷ്യം, കാൽസ്യം, അയൺ എല്ലാവിധ ഘടകങ്ങളും ഈ രാസവസ്തുക്കൾ, രാസവളത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇതിനകത്തുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ ചാണകം, വാഴപ്പിണ്ടി, ചീഞ്ഞഴുകിയ കരിയില, മറ്റു പച്ചിലകൾ തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിൽ 2 അടി പൊക്കത്തിൽ 3 അടുക്കുകളായി കുഴിയിൽ നിറച്ച് മണിരകളെയും കടത്തിവിട്ട് ഏതാണ്ട് 45 ദിവസം കഴിയുമ്പോൾ വെർമി കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി പാകമാകുന്നു. കൃഷിയിലേക്ക് ആവശ്യമായ ജലസേചന സംവിധാനമാണ് ഈ കർഷകന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത. മഴക്കാലത്ത് പതിക്കുന്ന ഓരോ തുള്ളി ജലവും പാഴായി പോകാതെ ടാങ്കിനുള്ളിൽ സംഭരിച്ചാണ് ജലത്തിന്റെ ലഭ്യത കൃഷ്ണപിള്ള സാധ്യമാക്കുന്നത്. 500 വരുന്ന വാഴകളാണ് കൃഷ്ണപിള്ളയുടെ കൃഷിഭൂമിയിലെ ഒരു പ്രധാന കൃഷി. റോബസ്റ്റ, ചെങ്കർളി, ഞാലിപ്പൂവൻ, ഏത്തൻ തുടങ്ങിയ ഇനങ്ങൾ ഇവിടെ നിരയിട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാനത്തിന്റെ ചില ഭാഗത്തു നിന്നും കൃഷിഭവനിൽ നിന്നുമൊക്കെയാണ് വാഴവിത്തുകൾ കൃഷ്ണപിള്ള ശേഖരിക്കുക. വാഴവിത്തുകൾ നടുന്ന സമയത്ത് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണക്കും എല്ലുപൊടിയുമാണ് അടിവള മിശ്രിതമായി ഉപയോഗിക്കുന്നത്. പിന്നീട് നനയ്ക്കൊപ്പം ഘട്ടംഘട്ടമായുള്ള മണ്ണിര കമ്പോസ്റ്റും കടലപ്പിണ്ണാക്കും ചേർന്നുള്ള മിശ്രിതം വളമായും ഈ കർഷകർ നൽകുന്നു. പഴുതാകുളത്തിലെ മത്സ്യകൃഷിയാണ് കൃഷ്ണപിള്ളയുടെ മറ്റൊരു കാർഷിക വിശേഷം. തേനീച്ച വളർത്തലിനും പച്ചക്കറി കൃഷിക്കും പുറമെ വീടിന് സമീപം 6 അടി താഴ്ചയിൽ പടുതാക്കുളം നിർമ്മിച്ച് മത്സ്യകൃഷിയും ഈ മുതിർന്ന കർഷകൻ ആരംഭിച്ചു. ചേട്ടൻ, ഈ മത്സ്യകൃഷിയിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ മത്സ്യസമൃദ്ധി എന്ന ഒരു പുതിയ സംരംഭം അറിഞ്ഞുകൊണ്ട് അതിൽ പങ്കാളിയാകാനും, തന്നെയുമല്ല ഇന്ന് നമുക്ക് വെളിയിൽ കിട്ടുന്ന മത്സ്യം ശുദ്ധമല്ല, അതിൽ വിഷ അംശം ഉണ്ട് എന്നുള്ള പരക്കെ ഒരു ധാരണയുള്ളതുകൊണ്ടും നമുക്ക് ശുദ്ധമായ മത്സ്യം നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇതിന് ചെയ്തത്. ഈ മത്സ്യങ്ങൾക്ക് എന്തൊക്കെ തീറ്റകളാണ് നൽകുന്നത്? ഇതിന് പ്രധാനമായിട്ടും കൊടുക്കുന്നത് കടലപ്പിണ്ണാക്ക്, തവിട്, നാടൻ നെല്ലിൻ്റെ തവിട്, ഗോതമ്പ് തവിട്, ഓക്കെ. ഇതിനായിട്ട് പ്രത്യേകം നിർമ്മിച്ചിട്ടുള്ള ഒരു തീറ്റയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അതും കൊടുക്കാറുണ്ട്. ഏതൊക്കെ ഇനം മത്സ്യങ്ങളെയാണ് ഈ മത്സ്യക്കുളത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്? ഇതിനകത്ത് കത്ല, മൃഗാൾ, ഗ്രാസ് കാർപ്പ്, തിലോപ്പിയ. ഇതുവരെ ഈ കുളത്തിൽ നിന്നും വിളവെടുപ്പ് നടത്തിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 മത്സ്യങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഒരു മത്സ്യം ഏകദേശം എത്ര തൂക്കം വരും? ഒരു മത്സ്യം അന്ന് ഞങ്ങൾ പിടിക്കുമ്പോൾ ഏതാണ്ട് 300-350 ഗ്രാം വലിപ്പമുണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എത്ര വർഷം കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് കൃഷി ചെയ്ത് തുടങ്ങിയത്? ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കുറവേ ആയിട്ടുള്ളൂ. ഫിഷറീസ് വകുപ്പ് പറഞ്ഞ പ്രകാരമാണോ ഈ മത്സ്യക്കുളത്തിന്റെ വലിപ്പം, അതോ അങ്ങ് തന്നെ ഡിസൈൻ ചെയ്ത രീതിയാണ്? അതെൻ്റെ സ്വന്തം ഡിസൈൻ, അതായത് സ്ഥലത്തിൻ്റെ പരിമിതിയും അനുസരിച്ചിട്ട് എൻ്റെ സ്വന്തം ഡിസൈനിൽ ചെയ്തതാണ്. ഈ കുളത്തിന്റെ കൃത്യമായ അളവ്? കൃത്യമായ അളവ് ഒരു 45 അടി നീളവും 25 അടി വീതിയുണ്ട്. സ്ഥലത്തിന്റെ പരിമിതി കാരണം സ്വന്തമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ കുളം. *45 അടി നീളത്തിലും 36 അടി വീതിയിലും 6 അടി താഴ്ചയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. രോഹു, കട്ടില, ഗ്രാസ് കാർപ്പ്, തിലോപ്പിയ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട ഭക്ഷ്യ മത്സ്യങ്ങളെയാണ് ഇതിനുള്ളിൽ വളർത്തുന്നത്. പടുതാകുളത്തിൽ
മണ്ണുമായുള്ള ജൈവ ബന്ധം കുറവായതിനാൽ മത്സ്യങ്ങളുടെ വളർച്ചാ വേഗം കുറവായിരിക്കുമെന്ന് കൃഷ്ണപിള്ള പറയുന്നു. കടൽപ്പിണ്ണാക്കും തവിടും പ്രത്യേക മത്സ്യത്തീറ്റയുമാണ് ഇവിടെ മത്സ്യങ്ങൾക്ക് കൊടുക്കാറുള്ളത്. നാടൻ കോഴികളുടെ ഒരു ചെറു സംഘം തന്നെ കൃഷ്ണപിള്ളയുടെ പരിപാലനം അനുഭവിച്ച് ഇവിടെ സസുഖം വാഴുന്നു. പുരയിടത്തോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് ലഭിക്കുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുമാണ്. മണ്ണിനോട് മനസ്സ് ചേർത്ത ജീവിതമാണ് 80 വയസ്സ് കഴിഞ്ഞ ഈ കർഷകന്റേത്. മണ്ണിനെ സ്നേഹിച്ചാൽ മണ്ണും സ്നേഹിക്കുമെന്ന് ഈ കാർഷിക ജീവിതം നമ്മെ പഠിപ്പിച്ചു തരുന്നു. കൃഷിയോടുള്ള അടങ്ങാത്ത താല്പര്യവും കാലത്തിനൊത്ത് വികസിപ്പിച്ച് പരീക്ഷിക്കുവാനുള്ള ഇച്ഛാശക്തിയുമാണ് പെരിങ്ങനാട് കൃഷ്ണപിള്ളച്ചേട്ടൻ എന്ന ഈ മുതിർന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. ആ ജീവിത വിജയം തന്നെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന സന്ദേശവും. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഗ്രി ക്ലിനിക്കും അഗ്രി ബിസിനസ് സെന്ററും സ്ഥാപിക്കാൻ ധനസഹായം. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അഗ്രോ ബസാർ. മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കൃഷി അനുബന്ധ ബിരുദം നേടിയ പ്രൊഫഷണലുകൾക്ക് കേന്ദ്ര കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം കാർഷിക സംരംഭങ്ങൾ ആരംഭിച്ച് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് പദ്ധതി നടപ്പാക്കുന്നു. ഹൈദരാബാദിലെ മാനേജാണ് നോഡൽ ഏജൻസി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കേരളത്തിലെ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 2 മാസത്തെ സൗജന്യ റെസിഡൻഷ്യൽ പരിശീലനം നൽകും. വിജയകരമായി ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 20 ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ ലഭിക്കും. വായ്പകൾക്ക് 36 മുതൽ 44% വരെ സബ്സിഡി നബാർഡ് അനുവദിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriClinic.net/onlineform.asp. അവസാന തീയതി ജൂൺ 3 ആണ്. ഹെൽപ്പ് ലൈൻ 1800-425-1556. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൃഷിക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നോപാധികളും കേരളത്തിലെ വിവിധ അഗ്രോ ബസാറുകളിൽ ലഭ്യമാക്കുന്നു. വിവിധ അഗ്രോ ബസാറുകളിലെ ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. തിരുവനന്തപുരം 0471-2-471-347. കൊട്ടാരക്കര 0474-2-454-740. പുനലൂർ 0475-2-222-528. പരവൂർ 0471-2-519-092.
തിരുവല്ല 0469 2701 273. പത്തനംതിട്ട പന്തളം കരിമ്പ് വിത്തുൽപാദന കേന്ദ്രത്തിൽ നിന്നും ജൂൺ മാസം മുതൽ WCT, ഡീൻ ടു ടി, കുള്ളൻ, സെഗ്രിഗന്റ് എന്നീ ഇനം തെങ്ങിൻ തൈകളും ടിഷ്യൂ കൾച്ചർ വാഴത്തൈ, പച്ചക്കറി തൈ, പച്ചക്കറി വിത്തുകൾ, കറിവേപ്പ് തൈ എന്നിവയും വിൽപ്പനയ്ക്ക് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0473 4252 500. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിൽ നിന്നും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട ഇറച്ചി പൂവൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ഇത് ലഭ്യമാകുക. ആവശ്യമുള്ള കർഷകർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0479 2452 277. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാൻ ഹെൽത്ത് മാനേജ്മെന്റ് ചെറുകിട സംരംഭകർ, കർഷക ഗ്രൂപ്പുകൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് ആവശ്യാനുസരണം വിള ആരോഗ്യം സംബന്ധിച്ച വിഷയങ്ങളിൽ ഹ്രസ്വകാല പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.nimf.gov.in എന്ന വെബ്സൈറ്റിലോ 04024013 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ജീവാണു ഉൽപാദനത്തിനും പരിശീലനം നൽകുന്നു. 2 മുതൽ 3 ദിവസം വരെയുള്ള പരിശീലന പരിപാടിക്ക് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0483 2848 050. കേരള കാർഷിക സർവകലാശാലയുടെ തവനൂർ പ്രിൻസിപ്പൽ ഫാമിംഗ് സെന്ററിൽ നിന്നും പോളി ഹൌസ് കൃഷി, തുറന്ന സ്ഥലത്തെ കൃത്യത കൃഷി എന്നിവയിൽ 2 ദിവസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. കുറഞ്ഞത് 50 പേർ ഉൾപ്പെടുന്ന കാർഷിക ഗ്രൂപ്പുകൾക്കാണ് പരിശീലനം നൽകുക. താമസം, ഭക്ഷണം, പഠന സാമഗ്രികൾ എന്നിവ സൗജന്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0494 2687 981 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരം വലിയതുറ കോക്കനട്ട് നഴ്സറിയിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. WCT, ഡീൻ ടു ഡി, ഡീൻ ടു ടി എന്നീ ഇനം തൈ 1 75 രൂപ നിരക്കിലും കുള്ളൻ തൈകൾ 125 രൂപ നിരക്കിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0471 2508 222. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊച്ചിയിൽ 7600 രൂപ, കോഴിക്കോട് 8600 രൂപ, തൃശൂർ 7600 രൂപ, കൊപ്ര കൊച്ചി 5215 രൂപ, കോഴിക്കോട് 5250 രൂപ, തൃശൂർ 5285 രൂപ. കുരുമുളക് അൺഗാബിൾഡ് ക്വിന്റലിന് 69000 രൂപ, ഗാബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10700 രൂപ, ഈറോഡ് 10900 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12400 രൂപ, RSS 4ാം ഗ്രേഡ് 12800 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12400 രൂപ, RSS 4ാം ഗ്രേഡ് 12800 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ ക്വിന്റലിന് 7600 രൂപ, കൊപ്ര 5215 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 69000 രൂപ, ഗാബിൾഡ് 72000 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 18000 രൂപ മുതൽ 19000 രൂപ വരെ. ജാതിക തൊണ്ടൻ കിലോഗ്രാമിന് 170 രൂപ മുതൽ 180 രൂപ വരെ. ജാതിക തൊണ്ടില്ലാത്തത് 350 രൂപ മുതൽ 370 രൂപ വരെ. ജാതി പത്രി 500 രൂപ മുതൽ 1000 രൂപ വരെ. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12400 രൂപ, RSS 4ാം ഗ്രേഡ് 12800 രൂപ. ഒട്ടുപാൽ 8000 രൂപ, ലാറ്റക്സ് 9500 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി